വന്ദേ ശ്രീധരത്തിൽ പെരുമയമരും ശ്രീ പത്മനാഭപ്രഭു. വന്ദേ ശ്രീധരി പാർവതീ പ്രിയേ. വന്ദേ ഹൃത്തട പത്മമധ്യസുലസൻ നമഃ. താങ്ക് യു. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ശ്രീ വി അപ്പുകുട്ടൻ നായർ അവരുടെ അധ്യക്ഷ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മുഖ്യ അതിഥിയായി ബഹുമാനീയനായ ശ്രീ പ്രിൻസ് ആദിത്യ വർമ്മ അവர்கள், വിശിഷ്ട അതിഥിയായി എത്തിച്ചേർന്ന ശ്രീ വിനോദ് മേനോൻ, ഹൈദരാബാദ് NSSന്റെ ബഹുമാനീയനായ ശ്രീ ജി സെക്രട്ടറി ശ്രീ ജി സുരേഷ് കുമാർ, പ്രിയപ്പെട്ട NSSന്റെ കുടുംബാംഗങ്ങളെ, എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. നമ്മുടെ ഈ സംഘടന രൂപീകൃതമായിട്ട് 19 വർഷം ആയി. ഇപ്പോൾ പല ബൃഹത്തായ പദ്ധതികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലൊന്ന്, നമ്മൾ കഴിഞ്ഞ കൊല്ലം ഹൈദരാബാദ് NSSന് വേണ്ടി വാങ്ങിച്ച സ്ഥലത്ത് അതിനു ചുറ്റും മതിൽ നിർമ്മിക്കുകയും അതിലൊരു റൂമും ബാത്റൂമും ഗേറ്റും നമ്മളിപ്പോൾ ഇതുവരെ തയ്യാർ ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് പണികൾ കൂടി ബാക്കിയുണ്ട്. അതിനുവേണ്ടി ഇനിയുള്ള മുമ്പോട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി NSSന്റെ പ്രിയപ്പെട്ടവരായ ഇവിടെ നിന്ന് എത്തിച്ചേർന്നിരിക്കുന്ന ഓരോ കുടുംബ അംഗങ്ങളുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് തന്നെ അപേക്ഷിക്കുകയാണ്. നമ്മുടെ ഈ സംഘടന അതുകൂടാതെ പല ചാരിറ്റി പ്രവർത്തനങ്ങളും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. മുന്നോട്ട് പല കാര്യങ്ങളും ചെയ്യുവാനുണ്ട്. അതിനായി നിങ്ങൾ ഓരോരുത്തരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇനി ഓണത്തെക്കുറിച്ച്, ഒരു വർഷത്തെ കാത്തിരിപ്പിന് ശേഷം സമുദായ അംഗങ്ങൾ കുടുംബസമേതം വീണ്ടും ഓർമ്മിക്കുവാനും സന്തോഷിക്കുവാനും സൗഹൃദം പങ്കുവയ്ക്കുവാനും ഒരു ഓണം കൂടി നമ്മൾ ഒരുക്കുന്നു. ഓണക്കാലത്ത് പൂക്കളമിട്ടും കൊട്ടും കുരവയും ആർപ്പുവിളിയും കൈകൊട്ടിപ്പാട്ടും ഓണക്കോടി ഉടുത്ത് ഓണസദ്യയും കൊണ്ട് പൊന്നു ഊഞ്ഞാലാടി ഒരുപിടി ഓർമ്മകളുമായി ഈ വർഷത്തെ ഓണമെത്തി. ഈ ശുഭവേളയിൽ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നമ്മുടെ ഈ സംഘടനയെ ഈ നിലയിലേക്ക് ഉയർത്തുവാൻ തുടക്കം മുതൽ അതിനു മുന്നിൽ പ്രവർത്തിച്ച നമ്മുടെ ബഹുമാന്യനായ ജനറൽ സെക്രട്ടറി ശ്രീ ജി സുരേഷ് കുമാർ, കൂടാതെ ജോയിന്റ് സെക്രട്ടറിമാർ ശ്രീ NC പിള്ള, ശ്രീ S പ്രകാശ് നായർ, വൈസ് പ്രസിഡന്റുമാർ ശ്രീ സന്തോഷ് കുമാർ, കൃഷ്ണകുമാർ, ഓർഗനൈസേഷൻ സെക്രട്ടറി പാർത്തൻ പിള്ള. എൻ്റെ പേര് വിനോദ് മേനൻ. ഞാൻ ജനിച്ചു വളർന്നത് ഹൈദരാബാദാണ്. അപ്പോൾ സെക്കൻഡ് ജനറേഷൻ മലയാളി എന്ന് പറയും. എൻ്റെ മലയാളം അത്ര ശരിയല്ല. അപ്പോൾ ഞാൻ രണ്ട് വാക്ക് ഇംഗ്ലീഷിൽ പറഞ്ഞേക്കാം. First and foremost, I am really honored to be invited here and to be sitting on the dais with such a renowned and humble person, and also the
President and Secretary of NSS. I only wish that we have a lot more people participating, a lot more people encouraging the NSS to make sure that they have a long life as a society. And I also think they do a very thankless job. They are at your support and service at the most critical times. As a we should recognize and make sure that we keep encouraging, and that's all I have to say. Thank you very much. Thank you for calling me once again. Thank you, sir. നമ്മുടെ ഇന്നത്തെ ബഹുമാന്യനായ മുഖ്യ അതിഥി പ്രിൻസ് ആദിത്യ വർമ്മ അവരുകളെ മുഖ്യ പ്രഭാഷണത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇവിടെയുള്ള എല്ലാ വളരെ നമസ്കാരം. ആദ്യമായി തന്നെ എന്നെ വിളിച്ചതിൽ തന്നെ ഞാൻ നിങ്ങളെല്ലാവരോടും നന്ദി പറയുകയാണ്. എന്നെ വിളിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങളോട് കാണാനുള്ളൊരു ഭാഗ്യം, നേരിട്ട് കാണാൻ ഭാഗ്യം കിട്ടില്ലായിരുന്നു. ഞാൻ ഹൈദരാബാദിൽ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ടുണ്ട്. പക്ഷേ വലിയ പരിചയമില്ലാത്തൊരു സ്ഥലമാണ്. അവസാനം വന്ന 2 വർഷം മുമ്പേ വന്ന മന്ത്രേന എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പോയി, രാഘവേന്ദ്ര സ്വാമിയുടെ. വലിയ പരിചയമില്ല, എന്നാലും കേട്ടത്തോളം കണ്ടത്തോളം വളരെ നല്ല സ്ഥലമാണ്. അതുപോലെ നമ്മുടെ നല്ല മലയാളികൾ ഒരുപാട് പേര് ഇവിടെ ഇരിക്കുന്ന കാണുമ്പോൾ വളരെ സന്തോഷം. ഈ കൂട്ടായ്മയ്ക്ക് എല്ലാവിധ അനുഗ്രഹവും ഈശ്വരനെ എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓണത്തിനെ പറ്റി പറയുമ്പോൾ ഇപ്രാവശ്യം നമ്മുടെ കേരളത്തിൽ വലിയ ഓണാഘോഷമൊന്നും ഇല്ലെന്നൊക്കെയാണ് പറഞ്ഞത്. വയനാടിൻ്റെ വൻദുരന്തം, അത് എന്താണ്, നമ്മൾ പ്രകൃതിയെ നമ്മളൊന്നും ബഹുമാനിക്കുകയും അനാവശ്യമായിട്ട് പ്രകൃതിയെ നമ്മൾ ഉപദ്രവിക്കാൻ പാടില്ല എന്ന് പറയും. പണ്ടൊക്കെ നമ്മൾ അമ്മയൊക്കെ പഠിച്ചതിനാണ് രാവിലെ എണീക്കുമ്പോഴേ നമ്മൾ വലസേട് തിരിഞ്ഞ് ഭൂമിയെ തൊട്ട് കണ്ടുപിച്ചിട്ടാണ് എണീക്കുന്നത്. സമുദ്രവസനെ ദേവി പർവ്വതത്തിന് വന്നിതേ ഹരിപ്രിയ നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസമേ. നമ്മുടെ കാല് ഭൂമിയിൽ തൊടുമ്പോൾ നമ്മൾ ക്ഷമ ചോദിച്ചുകൊണ്ടാണ് നമ്മൾ എണീക്കുന്നത്. എല്ലാവരും നമ്മൾ ഭൂമി ദേവി അമ്മയെ നമ്മളൊന്നും ബഹുമാനിക്കണം. അനാവശ്യമായിട്ട് ഭൂമിയെ നമ്മൾ ഉപദ്രവിക്കരുത് എന്നൊക്കെയാണ് പഴയ ആൾക്കാർ പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രത്യക്ഷത്തിലും എനിക്കൊന്നൊരു 7-8 വർഷം മുമ്പേ കേദാർനാഥിനെ ഇതുപോലെ ഒരു വൻ ദുരന്തം പറ്റി. ഇപ്രാവശ്യം ഇവിടെ വയനാട്ടിലായിരുന്നു. എനിക്ക് ഒരിക്കലും അങ്ങനെ ഈ ലോകത്ത് ഒരിടത്ത് അങ്ങനെ വരാതിരിക്കാൻ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഓണം എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ മഹാബലിയെ ഒരു കപ്പടാമീശക്കാരനും ഒരു വലിയ വയറുള്ള ആളായിട്ട് ചിത്രീകരിക്കുന്നത്. അതുപോലെ മഹാബലിയെ പാതാളത്തിൽ ചവിട്ടി താത്തിയെന്ന ഒരു കഥയുണ്ട്. ശരിക്കും പുരാണത്തിലെ ഒരു കഥ കേട്ടതാണ്. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞാലും അതിനെ ഡിബേറ്റ് ഇപ്പോൾ എന്താണ് സോഷ്യൽ മീഡിയ വഴിയാണ്. അതുകൊണ്ട് ഞാൻ കേട്ട കഥയാണ്. ഞാൻ ആധികാരികമായിട്ട് പറയുന്നത് ആർക്കെങ്കിലും ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ കേട്ട കഥ ഞാനിവിടെ ഷെയർ ചെയ്യാണ്. ശരിക്കും മഹാബലിയെ പാതാളത്തിലല്ല ചവിട്ടി താത്തിയത്. ഭൂമിയുടെ മുകളിൽ 7 ലോകങ്ങളും ഭൂമിയുടെ താഴോട്ട് 7 ലോകങ്ങളും, അങ്ങനെയാണ് ഈ 14 ലോകം. അപ്പോൾ താഴെ സുതലം എന്ന് പറഞ്ഞ രാജ്യം ഉണ്ടാക്കി അവിടെ വാമനൻ, അതായത് മഹാവിഷ്ണു, അവിടെ രാജാതിരാജനായിട്ട് വാഴിക്കുകയായിരുന്നു. ഒരിക്കലും അദ്ദേഹത്തിനെ പാതാളത്തിൽ ചവിട്ടി താത്തിയിട്ടില്ല. സുതലം, പ്രതലം, അനലം, പാതാളം, മുകളിലോട്ട് സ്വർഗം, സത്യലോകം, ബ്രഹ്മലോകം, അങ്ങനെയുള്ള ലോകങ്ങളാണ്. അപ്പോൾ ഈ ഏത് ലോകത്ത് പോകണമെങ്കിലും നമ്മൾ ഈ ഭൂമി ഒഴികെ പോകാനുള്ളൂ. അപ്പോൾ മുകളിൽ താഴോട്ട് പോകണമെങ്കിലും താഴെ മുകളിലോട്ട് പോകണമെങ്കിലും ഈ ഭൂമിയാണ് ശരിക്കൊരു ട്രാൻസിറ്റ് ലോകമായിട്ട് നമ്മൾ കരുതുന്നത്. അത് മഹാബലി ഒരിക്കലും ഈ കാണാൻ നമ്മുടെ ഈ ഓണത്തപ്പനെ പോലെയൊക്കെ എന്താണ് കുടകളൊന്നും ഇല്ലാത്തൊരാളാണ്. പണ്ട് വരച്ചൊരു പടം ഇടയ്ക്ക് നമ്മൾ തിരുവനന്തപുരത്ത് അമ്പലത്തിൻ്റെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. മെലിഞ്ഞ് നല്ല പൊക്കമായിട്ട് ചെറിയ മീശയും കാണാൻ സുന്ദരനും, ഏകദേശം പറയുകയാണെങ്കിൽ കണ്ണാടി ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. ഏകദേശം എന്നെ ശരിക്കും നമ്മുടെ ഹിന്ദുക്കളാണ് ഈ നമ്മുടെ ആൾക്കാരെ കളിയാക്കി ഇങ്ങനെ പടങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഈ ഒരിക്കലും നമ്മൾ ശ്രദ്ധിക്കാം, മഹാബലിയെ ഒരു സുന്ദരനായിട്ട് നമ്മൾ കാണുക, ഒരിക്കലും ഒരു കുടവേറിനോ കപ്പടാമീശക്കാരനോ ഇതിൻ്റെ ഗതയൊക്കെയായിട്ട് കാണരുത്. അതുപോലെ ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വരികയാണ്. എന്നെപ്പറ്റി കുറേയൊക്കെ അറിയാമായിരിക്കും. ഫോട്ടോഗ്രാഫി കുറച്ച് കമ്പമുണ്ട്. പിന്നെ ക്ഷേത്രത്തിൻ്റെ
പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയിലെ മെമ്പറാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയി നിൽക്കാറുണ്ട്. ക്ഷേത്രത്തിൽ ഭയങ്കര തിരക്കാണ്, പ്രത്യേകിച്ച് ഈ കേസും വിധിയൊക്കെ ഉണ്ടെന്ന് വെളിയിൽ അറിഞ്ഞേ. പിന്നെ ഞാൻ ഇടയ്ക്ക് പതിക്കുമ്പോൾ എൻ്റെ അടുത്ത് നിന്ന് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, നിധി എവിടെയായിരിക്കുന്നത് കാണിച്ചു തരുമല്ലോ. ഞാൻ സാറിന് മുണ്ടൊക്കെ എടുത്തേക്കുമ്പോൾ അവർക്ക് മനസ്സിലാവില്ല, അവർക്ക് അറിയില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ കുറച്ച് പേരിങ്ങനെ ചോദിച്ചു വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഏറ്റവും വലിയ നിധി ഇരിക്കുന്ന ശ്രീകോവിലിൻ്റെ അകത്ത് തന്നെയാണ്. ശ്രീ പത്മനാഭനാണ് ഏറ്റവും വലിയ നിധി. അതുകൊണ്ട് അതാണ് അതിലേക്ക് ഏറ്റവും വലിയ നിധി. അല്ലാതെ ഈ സ്വർണവും എന്താണ് ആഭരണങ്ങളും അതൊക്കെ നമ്മുടെ രൂപയിൽ പറയാനുള്ള നിധിയാണ്. അതൊക്കെ അത് ഭഗവാനാണ് ഏറ്റവും വലിയ നിധി. പണ്ട് മഹാരാജാവ് രാജ്യത്തിൻ്റെ സ്ഥാനമേൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ എത്ര വെയിറ്റ് ഉണ്ട് അത്രയും സ്വർണം ക്ഷേത്രത്തിൽ കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. മഹാരാജാവിന് 100 കിലോ വെയിറ്റ് ഉണ്ടെങ്കിൽ 100 കിലോ സ്വർണ്ണം അമ്പലത്തിൽ കിട്ടും. എന്നെപ്പോലെ വണ്ണം കുറഞ്ഞയാളാണെങ്കിൽ ഭഗവാന് കുറച്ച് സ്വർണ്ണമേ കിട്ടും. അങ്ങനെ അതിനകത്ത് കണക്കെടുപ്പിന് എനിക്ക് പോകാനും കാണാനും ഒക്കെ ഒരുപാട് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇപ്പോഴും ഈ സോഷ്യൽ മീഡിയയിൽ പറയുന്നത് അതിൻ്റെ അകത്ത് പാമ്പോ എന്താണ് വേറെ ഒരു ചാനലൊക്കെ ഉണ്ട്, അതിൻ്റെ അകത്ത് മമ്മിയൊക്കെ ഉണ്ടല്ലോ. ആൾക്കാർ ചില ചാനലുകാർ ചോദിച്ചു അതിൻ്റെ അകത്ത് മമ്മിയുണ്ട്. ഞാൻ പറഞ്ഞു മമ്മിയില്ല, ഡാഡിയില്ല, ആരുമില്ല. അതിനകത്ത് പഴയ കുറേ രത്നങ്ങളും ആഭരണങ്ങളും ഒക്കെ ഉള്ളൂ. വേറെ എൻ്റെ അകത്തൊരു പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഈ ആൾക്കാർക്ക് ഇപ്പോൾ ബി നിലവറ എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ വിവാദമായ ഒരു നിലവറയെന്നാണ് ആൾക്കാർ വിചാരിക്കുന്നത്. പക്ഷേ വളരെ പണ്ടുതൊട്ടേ അടച്ചിട്ടിരിക്കുന്നൊരു മുറിയാണ്. ഇടയ്ക്കൊരു ചാനലുകാർ ചോദിച്ചു അതിൻ്റെ അകത്ത് എന്താണ് TV ചാനൽ, ഞാൻ ചാനലിൻ്റെ പേര് പറയുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു അത് ഈ പല സ്ഥലങ്ങളിലും ഇപ്പോൾ ചിദംബരം തന്നെ, ചിദംബര ക്ഷേത്രത്തിൽ ചിദംബര രഹസ്യം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പുറത്ത് പറയാൻ പാടില്ല, അതുപോലെ രഹസ്യമായിട്ടൊരു അറിയാണ്. അപ്പോൾ ഇദ്ദേഹം അത് കട്ടിയിട്ട് നേരെ ചാനലിനെ പറയാണ്. ആദ്യത്തോളം പറഞ്ഞു ബി നിലവരകത്ത് ചിദംബര രഹസ്യമാണ്. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ആൾക്കാർ ക്രിസ്റ്റി ചെയ്തൊരു കഥകൾ പറയുന്നത്. അങ്ങനെ ഒരുപാട് എല്ലാവരും തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ടെന്ന് കരുതുന്നു. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ആർക്കെങ്കിലും വരണമെങ്കിൽ പറയുക. ഇപ്പോഴൊക്കെ ഭയങ്കര പ്രയാസമാണ് അതുപോലെ, നല്ല ക്യൂവാണ്, നല്ല തിരക്കാണ്. വളരെ 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 പുരാതനമായ ക്ഷേത്രമാണ്. മഹാഭാരത യുദ്ധം കഴിഞ്ഞ് ബലരാമൻ ഇവിടെ 501 പശുക്കളെ കൊണ്ടുവന്ന് നമ്മുടെ കുളം, പത്മനാഭ കുളമുണ്ട്, അവിടെ സ്നാനം ചെയ്ത് കന്യാകുമാരി പോയെന്നൊരു കഥയുണ്ട്. വളരെ പുരാതനമായാണ്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഏറ്റവും പഴക്കമുള്ളത് തിരുവമ്പാടി കൃഷ്ണൻ്റെ ക്ഷേത്രമാണ്. ശരിക്കും വന്നവർക്കറിയാം 2 കൊടിമരമാണ്. പത്മനാഭസ്വാമിക്ക് ഒരു കൊടിമരം, തിരുവമ്പാടി ക്ഷേത്രത്തിന് ഒരു കൊടിമരം. 2 ക്ഷേത്രത്തിൻ്റെ ഒരു ഐതിഹ്യമാണ്. പിന്നെ വളരെ വളരെ പഴയ ക്ഷേത്രമാണ് തിരുവമ്പാടി. അതുപോലെ പണ്ട് ഈ കാടായിരുന്നു തിരുവനന്തപുരം. അതാണ് അനന്തങ്കാട്, മണക്കാട്, നെടുമങ്ങാട്. ഇങ്ങനെ തിരുവനന്തപുരത്തിൻ്റെ പേരുകൾ എല്ലാം കാടുമായിട്ട് ബന്ധപ്പെട്ടാണ്. പഴയ കാടാണ്. ഇപ്പോൾ തന്നെ കാട് കുറവാണ്. ഇപ്പോൾ കൂടുതലും കോൺക്രീറ്റ് തിങ്കളായി മാറുകയാണ് എല്ലാ സ്ഥലങ്ങളും. എന്നാലും ഇത്രയും തിരക്കിൻ്റെ ഇടയിലും എല്ലാ നമ്മുടെ നല്ല മലയാളികളും ഓണം ഒന്നിച്ച് ആഘോഷിക്കാൻ ഇനി വരും കാലങ്ങളിൽ പൂവൽ കൂട്ടായ്മ പോലെയുള്ള നല്ല നല്ല കൂട്ടായ്മ വരട്ടെ. ഇതിൻ്റെ പുറകിൽ രാവിലെ ഉറക്കമില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരെ പ്രത്യേകം ഞാൻ എല്ലാവരെയും ആശംസിക്കുന്നു. വളരെ നന്നായിട്ട് വളരെ ഭംഗിയായിട്ട് നടത്തിയിട്ടുണ്ട്. എല്ലാ വർഷവും ഇതുപോലെ എല്ലാവരും ഒന്നിച്ച് ഒരേ കൂട്ടായ്മയായിട്ട് നടത്തണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരെയും ഈശ്വരൻ കേട്ട് വിഷ് യു ഓൾ എ വെരി ഹാപ്പി ഓണം ആൻഡ് താങ്ക് യു ഫോർ കോളിംഗ് മീ വൺസ് അഗൈൻ. താങ്ക് യു. സമുദായ ആചാര്യൻ ഭാരതകേസരി ശ്രീ മന്നത്ത് പത്മനാഭന്റെ സ്മരണയ്ക്കായാണ് ഹൈദരാബാദ് NSS 2019 മുതൽ ഏർപ്പെടുത്തിയതാണ് മന്നത്ത് ആചാര്യ പുരസ്കാരം. കേരളത്തിൽ നിന്നും ഈ യുദ്ധ നഗരത്തിൽ എത്തിച്ചേർന്ന കഠിന അധ്വാനത്തിലൂടെയും സ്വയം പ്രയത്നത്തിലൂടെയും വിജയം കൈവരിച്ച വ്യക്തിത്വങ്ങളെയാണ് ഈ പുരസ്കാരം നൽകി NSS ഹൈദരാബാദ് ആദരിക്കുന്നത്. അവാർഡ് സ്വീകരിക്കുന്നതായി ശ്രീ കണ്ണാട്ട് സുരേന്ദ്രൻ നായർ അവരുടെ ക്ഷണിക്കുന്നു. ശ്രീ കണ്ണാട്ട് സുരേന്ദ്രൻ നായർ, ലോക കേരള സഭ മെമ്പർ, leader of many social organizations, a distinguished entrepreneur and philanthropist, former advisor of NSS Hyderabad. Besides his business pursuits, Mr. Surendran exemplifies philanthropy
demonstrating deep concern for the less fortunate in the society. He strives to make a positive impact on the lives of the needy. Dedicated to social service, his efforts to empower individuals and communities are commendable. Be an honor of the Hyderabad Nair Service Society. It is conferred on leaders of our community who came up in life through hard work, dedication, discipline and determination. Their integrity and commitment to the society and community are commendable. The Puraskaram is instituted in memory of Acharyan Mannathu Padmanabhan Bharata Kesari. Mannam is the peerless leader of the Nair community, the immortal founder of the Nair Service Society and a great social reformer. The Nair Service Society, which he conceived, nursed and nurtured, epitomized the hopes and aspirations of the community which had been waiting for a savior. The touch of his magic wand revived and resurrected the entire community. He taught them the philosophy of action, the value of unity, and above all, the need to change. His legacy is undiminished by passage of time. He lives through generations. This year, 2024, the Mannathaachari Puraskaram is conferred on Sri Kannattu Surendran, Loka Kerala Sabha member, leader of many social organizations, a distinguished entrepreneur and a philanthropist, former advisor of NSS. Besides his business pursuits, Mr. Surendran exemplifies philanthropy, demonstrating deep concern for the less fortunate in the society. He strives to make a positive impact on the lives of the needy. Dedicated to the social service, his efforts to empower individuals and communities are commendable. Taking into consideration Sri Surendran's entrepreneurial success, philanthropic endeavors and commitment to the welfare of our community, the Hyderabad NSS is proudly conferring the Mannathaachari Puraskaram on Sri Kannattu Surendran. We wish him all the very best in his future endeavors. Thank you. Aditya Varma and എല്ലാവർക്കും ഇന്ന് ഈ വേദിയിലെത്തിയിരിക്കുന്ന എല്ലാ നായർ സർവീസ് സൊസൈറ്റിയുടെ മെമ്പർമാർക്കും അതുപോലെ തന്നെ ഈ ക്ഷണിക്ക് എത്തിയിരിക്കുന്ന എല്ലാവർക്കും ഞാൻ ആദ്യമായി ഈ ഓണത്തോടനുബന്ധിച്ച് നന്ദി പറയുകയാണ്. കൂടാതെ തന്നെ ഇന്ന് ഈ വേദിയിൽ എനിക്ക് ഈ പുരസ്കാരം തരാൻ വേണ്ടി എത്തിയിരിക്കുന്ന എല്ലാവരെയും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ നമസ്കാരം. Kumari A. Satvika. Okay. Next. Second, Divyesh Nair, grandson of Shri V.J. Nair. Momento നൽകുവാൻ ജനറൽ സെക്രട്ടറി NSS ഹൈദരാബാദ് ശ്രീ G. സുരേഷ് കുമാർ അവരുകളെ അഭ്യർത്ഥിക്കുന്നു.
ക്ഷണിക്കുന്നു. Audience, please give our sponsor a huge round of applause, please. അടുത്ത പരിപാടിയാണ് മോഹിനിയാട്ടം. മോഹിനിയാട്ടം വന്ദേ ചിത്ര വിചിത്രാംഗം ചിത്രമാല വിഭൂഷിതം കാമരൂപതരം ദേവം വന്ദേഹം ഗണനായകം സർവവിഘ്നഹരം ദേവം സർവവിഘ്നവിവർജിതം സർവസിദ്ധി ഗണനായകം ശ്രീമൻ നാരായണ ശ്രീ
Sri
ഹൈദരാബാദിന്റെ പ്രസിഡന്റ് Ma'am, please. Ma'am, please. അടുത്തതായി തിരുവാതിര Ma'am, please. Middle. Sir, please. Sir, look here, sir, please. Please, 1 second. Please. ഐശ്വര്യ ജാഗൃതി and Ananya. Sir, look here, sir, please. Sir, please. I am Chandra Mohan, advisor, Nair Service Society, Hyderabad. This is the 17th Onam celebrations of the Nair Service Society. As you know, from this month onwards, every Sunday or Uttradam Tirunal, he is the grandson of all of them, and he is the present member of the trustee of the Sri Padmanabha Swami temple also. As you know, Sri Padmanabha Swami temple was built and run by the Travancore Maharajas. And this year we have so many celebrations here, so many items, plus Ona Sadhya, our traditional Ona Sadhya with all the Kerala delicacies which we have arranged for our members and families. They will all be enjoying the Ona Sadhya here. Thank you. పేరు జి సురేష్ కుమార్, జనరల్ సెక్రటరీ నాయర్ సర్వీస్ సొసైటీ హైదరాబాద్. ఈ సంస్థ నాయర్ సర్వీస్ సొసైటీ 2005లో హైదరాబాద్లో నేనే ప్రారంభం చేసినాం. అప్పటి నుంచి ఈ సొసైటీని జనరల్ సెక్రటరీగా అదే పదవిని కంటిన్యూ చేస్తున్నా నేను. ఇప్పుడు ఇది 17th ఓణం సెలబ్రేషన్ హైదరాబాద్, సికింద్రాబాద్ ఈ ట్విన్ సిటీ నగరంలో ఫస్ట్ టైం ఓణం సెలబ్రేషన్ చేస్తున్న ఒకటే సంస్థ నాయర్ సర్వీస్ సొసైటీ. మా కేరళ వాళ్ళది పెద్ద పండుగ అంటే ఓణం. ఎవ్రీ ఇయర్ మేము మా కమ్యూనిటీ మెంబర్స్ ఫ్యామిలీతో ఇక్కడ చేరుకొని మా కేరళ కల్చరల్ ప్రోగ్రామ్స్, యాక్టివిటీస్, అదేవిధంగా అత్తపూకలం వేయడం అట్లా చేసుకొని మా ట్రెడిషనల్ ఓణ సద్యతోడు ఈ కార్యక్రమం ముగిచేసి మేము ఈ ఇయర్ది ప్రోగ్రామ్కు స్టార్ట్ చేశారు. ఇప్పుడు ప్రారంభం ఇక్కడ నుంచి స్టార్ట్ అవుతుంది. థ్యాంక్ యూ.